നമസ്കാരം. ഉച്ചവാർത്ത ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതി റദ്ദാക്കിയതിൽ സഭയിൽ ഭരണപ്രതിപക്ഷ വാക്പോര്. 16 ലക്ഷം സ്ത്രീകളോട് UDF സർക്കാർ ക്രൂരത കാട്ടുന്നുവെന്ന് പ്രതിപക്ഷം. ഗുണഭോക്താക്കളെ തെരഞ്ഞെടുത്തതിൽ പരാതിയുണ്ടെന്ന് മുഖ്യമന്ത്രി. അടിയന്തര പ്രമേയത്തിന് അനുമതിയില്ല. ഊരാളുങ്കല്ല് പദ്ധതികൾ നടപടിക്രമങ്ങൾ പാലിച്ചെന്ന് പൊതുമരാമത്ത് മന്ത്രി PK ബഷീർ. UDFന് വൈകി വന്ന ബോധോദയമെന്ന് എൻ വാസവൻ. CPM സംസ്ഥാന നേതൃത്വത്തിനെതിരെ ED ഹൈക്കോടതിയിൽ. ഉദ്യോഗസ്ഥർക്കെതിരായ ആക്രമണം ആസൂത്രിതം. ഉന്നത നേതാക്കളുടെ പ്രകോപനപരമായ പ്രസംഗം അണികൾക്കുള്ള സിഗ്നലായെന്നും ED ഹർജിയിൽ. മാസപ്പടി കേസിൽ ശരൺ അസ്കർത്തയെ ED ചോദ്യം ചെയ്യുന്നു. അയോധ്യ ക്ഷേത്ര സംഭാവന തട്ടിപ്പിൽ VHP നേതാവ് ചമ്പത് റായിയെ ചോദ്യം ചെയ്ത് പ്രത്യേക അന്വേഷണ സംഘം. ട്രസ്റ്റ് പുനഃസംഘടനാ ചർച്ച ഉടൻ. ക്രമക്കേട് വിശദമായി പരിശോധിക്കാൻ RSS. CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജി ജൂലൈ 2ാം വാരം പരിഗണിക്കാമെന്ന് സുപ്രീം കോടതി. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ സമഗ്ര റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിച്ച SIT. നടപടികൾ അടച്ചിട്ട കോടതി മുറിയിൽ. അന്വേഷണ തലവൻ SP ശശിധരൻ ഹാജരായി. CBI അന്വേഷണം വേണമെന്ന ഹർജികളും ഹൈക്കോടതിയുടെ പരിഗണനയിൽ. അമേരിക്ക ഇറാൻ ചർച്ചകൾ ഖത്തറിൽ തുടരുന്നതിനിടെ ഹോർമൂസിൽ വീണ്ടും കർശന നിലപാടുമായി ഇറാൻ. ഹോർമൂസ് കടലിടുക്കിന്റെ നിയന്ത്രണം പൂർണ്ണമായും ഇറാനെന്നും ബാഹ്യ ഇടപെടൽ അനുവദിക്കില്ല എന്നും വിദേശകാര്യമന്ത്രി അബ്ബാസ് അരക്ചി. കിഴക്കൻ ലെബനോണിൽ ഹിസ്ബുള്ളയുടെ 200 മീറ്റർ ഭൂഗർഭ ടണൽ തകർത്ത് ഇസ്രായേൽ. ലോകകപ്പ് ഫുട്ബോൾ ചരിത്രത്തിൽ ആദ്യമായി പ്രീ ക്വാർട്ടറിലെത്തി കാനഡ. ദക്ഷിണാഫ്രിക്കയെ തകർത്തത് എതിരില്ലാത്ത 1 ഗോളിന്. ഇന്ന് ബ്രസീൽ ജപ്പാനെ നേരിടും. ജർമ്മനിയുടെ എതിരാളികൾ പരാഗ്വേ. സ്ത്രീ സുരക്ഷാ പദ്ധതിയിൽ ഉൾപ്പെട്ട 16 ലക്ഷം സ്ത്രീകളോട് UDF സർക്കാർ ക്രൂരത കാട്ടുന്നുവെന്ന് പ്രതിപക്ഷം നിയമസഭയിൽ. പാവപ്പെട്ട സ്ത്രീകളോടാണ് വീറും വാശിയും കാട്ടുന്നത് എന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ആരോപിച്ചു. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് സ്ത്രീകളെ പറ്റിക്കാനായി LDF സർക്കാർ നടപ്പാക്കിയ പദ്ധതിയെന്ന് മുഖ്യമന്ത്രി വിമർശിച്ചു. വിശദമായി പരിശോധനയ്ക്ക് ശേഷം മാത്രം പദ്ധതി നടപ്പാക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വിഷയത്തിൽ അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അനുമതി നിഷേധിച്ചു. പാവപ്പെട്ട സ്ത്രീകൾക്ക് കൈത്താങ്ങായി ഇടതു സർക്കാർ കൊണ്ടുവന്ന സ്ത്രീ സുരക്ഷാ പദ്ധതിക്ക് UDF സർക്കാർ തുരങ്കം വയ്ക്കുന്നുവെന്നാരോപിച്ചാണ് പ്രതിപക്ഷം അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. 16 ലക്ഷം സ്ത്രീകളോട് സർക്കാർ ക്രൂരത കാട്ടുന്നുവെന്ന് പ്രമേയ അവതാരകൻ AC മൊയ്തീൻ ആരോപിച്ചു. അതാത് പഞ്ചായത്തുകൾ കൃത്യമായ മാനദണ്ഡം പാലിച്ചാണ് ഗുണഭോക്താക്കളെ തെരഞ്ഞെടുത്തതെന്നും യാതൊരു കാരണവുമില്ലാതെ ഇപ്പോൾ പെൻഷൻ തടഞ്ഞുവെച്ചിരിക്കുകയാണെന്നും AC മൊയ്തീൻ ആരോപിച്ചു. പരിശോധിക്കുന്നതിന് അദ്ദേഹത്തിന് അസാമാന്യമായ വേഗതയുള്ള ഒരാളല്ലേ സാർ? ധവളപത്രം പുറപ്പെടുവിച്ചോ ഇത് പരിശോധിച്ചിട്ടുണ്ടാവുമല്ലോ. ഇതിൽ അന്യായം നടന്നിട്ടുണ്ടോ, മറ്റു കാര്യങ്ങൾ നടന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കാനുള്ള അവകാശമുണ്ടല്ലോ. അതിവേഗത്തിൽ ചില കാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്ന ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും ഈ ഗവൺമെന്റിനും ഈ കാര്യത്തിൽ പാവപ്പെട്ടവരുടെ കാര്യത്തിൽ മാത്രം എന്താണ് സാർ താമസം? തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട പാവപ്പെട്ട സ്ത്രീകളെ പറ്റിക്കാനായി LDF സർക്കാർ കൊണ്ടുവന്ന പദ്ധതിയാണ് സ്ത്രീ സുരക്ഷയെന്ന് മുഖ്യമന്ത്രി ആരോപിച്ചു. യാതൊരു തയ്യാറെടുപ്പുമില്ലാതെ നടപ്പാക്കിയ പദ്ധതിയാണെന്നും വിശദമായ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ UDF സർക്കാർ നടപ്പാക്കുകയുള്ളൂ എന്നും മുഖ്യമന്ത്രി സഭയിൽ പറഞ്ഞു. 120 മാസം ഭരിച്ചിട്ട് സ്ത്രീകളോട് സ്നേഹം വന്നത് അവസാന സമയത്ത് ആ ഇലക്ഷൻ വരുമ്പോൾ അതെന്താ കാര്യം? ലോക്കൽ ബോഡി ഇലക്ഷനിൽ നല്ല കനത്ത തിരിച്ചടി കിട്ടി. അത് കഴിഞ്ഞപ്പോഴാണ് ഇത് കൊടുക്കാൻ തീരുമാനിച്ചത്. മനസ്സിലായല്ലോ? കൊടുക്കാൻ തീരുമാനിച്ചത് അപ്പോഴാണ് കൊടുത്തത്. മാർച്ച് 16-ാം തീയതി കൊടുത്ത കേസാണ്. അതുകൊണ്ട് ഇത് പരിശോധിച്ചിട്ട് മാത്രമേ കൊടുക്കുകയുള്ളൂ. ഒരു കാരണവശാലും ഇത് സഭാ നടപടികൾ നിർത്തിവെച്ച് ചർച്ച ചെയ്യേണ്ട ഒരാവശ്യമില്ല. എന്നാൽ കേസ്മാർട്ട് വഴി കൃത്യമായി പരിശോധനകളിലൂടെ നടപ്പാക്കിയ പദ്ധതിയാണെന്നും സർക്കാർ പാവപ്പെട്ട സ്ത്രീകളോടാണ് വീറും വാശിയും കാട്ടുന്നതെന്നും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ വിമർശിച്ചു. ഈ പദ്ധതിയോട് ഇത്തരത്തിലൊരു വിമുഖത മുഖ്യമന്ത്രി കാണിക്കുന്നത് ശരിയല്ല, ഗവൺമെൻറ് കാണിക്കുന്നത് ശരിയല്ല. എന്തിനാണ് പാവപ്പെട്ട സ്ത്രീകളോട് അനാവശ്യമായ വീറും വാശിയും കാണിക്കുന്നത് എന്ന് മനസ്സിലാകുന്നില്ല. അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചുവെങ്കിലും വോക്കൌട്ട് നടത്താതെ പ്രതിപക്ഷം സഭാ നടപടികളുമായി സഹകരിച്ചു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ഊരാളുങ്കൽ കമ്പനിയുടെ കാര്യത്തിൽ U-ടേൺ അടിച്ച് UDF സർക്കാർ.
ഊരാളുങ്കൽ സൊസൈറ്റി ഗുണനിലവാരത്തോടെ പ്രവർത്തിക്കുന്ന കമ്പനിയാണെന്നും ക്രമവിരുദ്ധ കരാറുകൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്നും പൊതുമരാമത്ത് മന്ത്രി പി.കെ. ബഷീർ നിയമസഭയിൽ മറുപടി നൽകി. CPM-ന്റെ അഴിമതി പണം പാർക്ക് ചെയ്യുന്ന സ്ഥലമാണ് ഊരാളുങ്കൽ സൊസൈറ്റി എന്ന ഗുരുതര ആരോപണമായിരുന്നു പ്രതിപക്ഷത്തായിരുന്നപ്പോൾ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ അടക്കം UDF നേതാക്കൾ ഉന്നയിച്ചിരുന്നത്. അധികാരത്തിൽ വന്നപ്പോൾ മുതൽ UDF സർക്കാർ PMC ഉൾപ്പെടെ പല കാര്യങ്ങളിലും U-ടേൺ അടിക്കുകയാണ്. ഏറ്റവും ഒടുവിൽ ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയുടെ കാര്യത്തിലും UDF മലക്കം മറിയുന്നു. പ്രതിപക്ഷത്തായിരുന്നപ്പോൾ മുഖ്യമന്ത്രി വി.ഡി. സതീശനടക്കം രൂക്ഷമായ വിമർശനമാണ് ഊരാളുങ്കൽ കമ്പനിക്കെതിരെ നടത്തിയിരുന്നത്. CPM-ന്റെ അഴിമതി പണം പാർക്ക് ചെയ്യുന്ന ഇടമാണ് ഊരാളുങ്കൽ എന്ന് വി.ഡി. സതീശൻ നിരന്തരം വിമർശിച്ചിരുന്നു. പിണറായി വിജയന്റെ കള്ളപ്പണം വെളുപ്പിക്കുന്ന കേരളത്തിലെ അദാനിയാണ് ഊരാളുങ്കൽ എന്നായിരുന്നു ലീഗ് നേതാവും ഇപ്പോഴത്തെ മന്ത്രിയുമായ KM ഷാജി അന്ന് കടന്നാക്രമിച്ചത്. അതേ UDF ഇപ്പോൾ ഭരണത്തിലേറിയപ്പോൾ നിലപാട് മാറ്റി. ഗുണനിലവാരത്തോടെ പ്രവർത്തിക്കുന്ന കമ്പനിയാണ് ഊരാളുങ്കൽ സൊസൈറ്റിയെന്നും ക്രമവിരുദ്ധ കരാറുകൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്നുമാണ് പൊതുമരാമത്ത് മന്ത്രി പി.കെ. ബഷീർ ഇത് സംബന്ധിച്ച ചോദ്യത്തിന് നിയമസഭയിൽ മറുപടി നൽകിയത്. ആദ്യം NHAന്റെ വർക്ക് നന്നായി നടത്തി, അത് കേന്ദ്രത്തിനെ പ്രേരിപ്പിച്ചു. നമ്മുടെ നാട്ടിലെ വർക്കൊന്നും ഭംഗിയായിട്ട് നടന്നില്ല. അതാണ് വലിയൊരു ചെറിയ വിഷയം. പിന്നെ ആണെങ്കിൽ അവര് ആദ്യം നല്ല ക്വാളിറ്റി വർക്കായിരുന്നു, അതുകൊണ്ടാണ് എല്ലാവരും ഊരാളുങ്കലിന്റെ പിന്നാലെ പോയത്. വർക്കിനോട് കൂടി ഇപ്പൊ അവരുടെ നിയന്ത്രണത്തിലല്ല കാര്യങ്ങൾ എന്നുള്ളത് നിങ്ങൾക്കും എനിക്കും എല്ലാവർക്കും നാട്ടുകാർക്കും അറിയാം. ഊരാളുങ്കലിനെ തുറന്നുകാട്ടുക എന്ന ഉദ്ദേശത്തോടെ ഭരണപക്ഷത്തു നിന്നും BT ബൽറാം ഉന്നയിച്ച ചോദ്യത്തിനാണ് പൊതുമരാമത്ത് മന്ത്രി കമ്പനിക്ക് ക്ലീൻ ചിറ്റ് നൽകിയത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ഊരാളുങ്കൽ സൊസൈറ്റിയെ മുമ്പ് വിമർശിച്ചിരുന്നവർക്ക് ഇപ്പോൾ യാഥാർത്ഥ്യം ബോധ്യപ്പെട്ടതിൽ സന്തോഷമെന്ന് മുൻമന്ത്രി VN വാസവൻ. ലോകോത്തര പുരസ്കാരങ്ങൾ നേടിയിട്ടുള്ള ഊരാളുങ്കൽ സൊസൈറ്റി സഹകരണ മേഖലയുടെ അഭിമാനമാണ്. ഏറ്റെടുത്തിട്ടുള്ള പ്രവൃത്തികളെല്ലാം ഭംഗിയായി ചെയ്തിട്ടുള്ള ചരിത്രമാണ് ഊരാളുങ്കലിൻ്റേത്. പ്രതീക്ഷിച്ചതിൽ കവിഞ്ഞ് ലഭിച്ച ലാഭം സർക്കാരിലേക്ക് തിരിച്ചടച്ചിട്ടുള്ള സ്ഥാപനം കൂടിയാണ് ഊരാളുങ്കൽ എന്നും VN വാസവൻ പറഞ്ഞു. വിമർശനം ഉയർത്തിയവർക്ക് തന്നെ യാഥാർത്ഥ്യബോധത്തോടെ ആ പ്രശ്നത്തെ സമീപിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഇപ്പോൾ മന്ത്രിയുടെ മറുപടിയിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഞങ്ങൾക്ക് നേരത്തെ തന്നെ ബോധ്യപ്പെട്ടതാണ്. വേൾഡ് കോഓപ്പറേറ്റീവ് മോണിറ്ററിൻ്റെ ലോകത്തെ 2ാമത്തെ സഹകരണ സംഘമായി തിരഞ്ഞെടുത്ത അവാർഡ് കൊടുത്തവരാണ്. 1ാമത്തെ സഹകരണ സംഘം സ്പെയിനിലെ ഒരു സഹകരണ സംഘമായിരുന്നു. 2ാമത്തെ സഹകരണ സംഘമായി ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയെ വേൾഡ് കോഓപ്പറേറ്റീവ് മോണിറ്റർ തിരഞ്ഞെടുത്തിരുന്നു, അവർക്ക് അവാർഡ് നൽകിയിരുന്നു. അങ്ങനെ ഏറ്റെടുത്തിട്ടുള്ള വർക്കുകളൊക്കെ തന്നെ ഏറ്റവും ഭംഗിയായി മനോഹരമായി ചെയ്തു തീർത്തിട്ടുള്ള കഴിഞ്ഞകാല അനുഭവങ്ങളും റെക്കോർഡുകളുമാണ് ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി കൊണ്ട്. ആ വിമർശിച്ചവർ തന്നെ ഈ കാര്യത്തിൽ കൃത്യമായി തന്നെ മറുപടി പറഞ്ഞ് അവർ നല്ല നിലവാരമുള്ളതാണെന്ന് പറഞ്ഞതിൽ ഏറെ സന്തോഷമുണ്ട്. അത് ബോധ്യപ്പെടാൻ അവർക്ക് വൈകിയാണെങ്കിലും അതിൽ ബോധോദയം ഉണ്ടായിരിക്കുന്നു എന്നതിൽ സന്തോഷമുണ്ട്. CPM സംസ്ഥാന നേതൃത്വത്തിനെതിരെ ED ഹൈക്കോടതിയിൽ. ഉന്നത നേതാക്കളുടെ പ്രകോപനപരമായ പ്രസംഗം അണികൾക്കുള്ള സിഗ്നലായെന്നും ED ഹർജിയിൽ. കൂടുതൽ വിവരങ്ങളുമായി അഡ്വക്കേറ്റ് രാജേഷ് ചേരുകയാണ്. രാജേഷ്, CPM സംസ്ഥാന നേതൃത്വത്തിനെതിരെ വലിയ വിമർശനമാണ് ഹൈക്കോടതിയിൽ ED ഉന്നയിച്ചിരിക്കുന്നത്. ഉദ്യോഗസ്ഥർക്കെതിരെ നടന്ന ആക്രമണം ആസൂത്രിതമാണ് എന്നാണോ പറയുന്നത്? തീർച്ചയായും ഇതിൽ ആ ജാമ്യം റദ്ദാക്കണമെന്നുള്ള ഹർജി ED ഫയൽ ചെയ്തപ്പോൾ തന്നെ ED വളരെ വ്യക്തമായിട്ട് ഇതിലൊരു ഉന്നതതല ഗൂഢാലോചനയുടെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഗൂഢാലോചന നടത്തിയത് CPM നേതൃത്വം തന്നെയാണ്. അവരുടെ ആവേശകരമായ ഒരു പ്രകോപനപരമായിട്ടുള്ള ആഹ്വാനം കൊണ്ട് തന്നെയാണ് ഇത്രയും അണികൾ ഈ പിണറായി വിജയന്റെ വീടിൻ അല്ലെങ്കിൽ അദ്ദേഹം താമസിക്കുന്ന വീടിൻ മുന്നിൽ അത് അടിച്ചുകൂടിയതെന്നും ഇതിൽ പ്രകോപനപരമായിട്ടുള്ള അവരുടെ ഒരു പ്രവർത്തനം കൊണ്ട് തന്നെയാണ് ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ചതെന്ന്. അത് ED ഉദ്യോഗസ്ഥരെ, ഒരു അന്വേഷണ ഉദ്യോഗസ്ഥരെ ആക്രമിച്ച സംഭവം കേന്ദ്ര സർക്കാരും അല്ലെങ്കിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും വളരെ ഗൗരവമായിട്ട് തന്നെയാണ് കണ്ടിട്ടുള്ളത്. അതിൽ കൂടാതെ ഇതിൽ കേരളം ഒരു ബംഗാൾ മോഡൽ ആക്രമണം എന്ന് വരെ ഇതിൽ പരാമർശിക്കുന്നുണ്ട്. കാരണം ബംഗാളിൽ ഇതുപോലെ ഉദ്യോഗസ്ഥരെ ആക്രമിക്കുന്ന ഒരു സംവിധാനം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ആ ഒരു രീതിയിൽ രീതിയിലേക്ക് കേരളവും മാറരുത്. അതുകൊണ്ട് തന്നെ ഇത് അടിയന്തരമായിട്ട് തടയണം. അതുകൊണ്ടാണ് ഈ ജാമ്യം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുള്ളത് എന്നാണ് ED പറയുന്നത്. പക്ഷെ ജാമ്യം റദ്ദാക്കുന്ന കാര്യത്തിൽ ഹൈക്കോടതി പരിശോധിക്കുമ്പോൾ ജാമ്യം നൽകിയ സാഹചര്യവും അതിൽ ഈ കുറ്റകൃത്യം നടത്തിയതിൽ അവരുടെ റിമാൻഡ് റിപ്പോർട്ട് അനുസരിച്ച് ഈ പ്രതിക്ക് എത്രത്തോളം പങ്കുണ്ട് എന്നൊക്കെ നോക്കിയിട്ട് അവർക്ക് നോട്ടീസ് വെച്ച് അവരെയും കൂടെ കേട്ട ശേഷമേ ജാമ്യം റദ്ദാക്കുന്ന ഒരു
നടപടി. അതാണ് അതിന്റെ ഒരു സാധാരണഗതിയിലുള്ള നിയമത്തിന്റെ നടപടിക്രമം. എങ്കിലും ED ഗുരുതരമായ ആരോപണം CPM നേതൃത്വത്തിന്റെ ഉന്നയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ EDയുടെ തുടർന്നുള്ള അന്വേഷണവും അതേ ശക്തമായ രീതിയിൽ ഈ CPM നേതൃത്വത്തെ വെട്ടിലാക്കാനുള്ള രീതിയിലായിരിക്കും എന്നും കൂടി ഇപ്പോൾ അനുമാനിക്കേണ്ടിയിരിക്കുന്നു. ശരി, രാജേഷാണ് വിവരങ്ങൾ നൽകിയത്. ഹൈക്കോടതിയിൽ നിന്ന് CPM സംസ്ഥാന നേതൃത്വത്തിനെതിരെ രൂക്ഷമായ വിമർശനമാണ്, പരാതിയാണ് ED ഹൈക്കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്. ഉദ്യോഗസ്ഥർക്കെതിരെ ആസൂത്രിത ആക്രമണമാണ് നടത്തിയത് എന്നും ED പറയുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ സമഗ്ര റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിച്ച് പ്രത്യേക അന്വേഷണ സംഘം. SIT തലവൻ SP ശശിധരൻ നേരിട്ട് എത്തിയാണ് റിപ്പോർട്ട് സമർപ്പിച്ചത്. അടച്ചിട്ട കോടതി മുറിയിൽ തുടർ നടപടികൾ പുരോഗമിക്കുകയാണ്. 2019 സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട അന്വേഷണവും നടപടിക്രമങ്ങളും SIT ഇതോടെ പൂർത്തിയാക്കുകയാണ്. മാസപ്പടി കേസിൽ CMRL MD ശശിധരൻ കർത്തയുടെ മകൻ ശരൺ S കർത്തയെ ED ചോദ്യം ചെയ്യുകയാണ്. ഇത് രണ്ടാം തവണയാണ് ശരൺ S കർത്തയെ ചോദ്യം ചെയ്യുന്നത്. കേസിൽ CMRL ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യുന്നതിന്റെ ഭാഗമായാണ് ശരൺ കർത്തയെ വിളിപ്പിച്ചത്. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണയെ രണ്ടാം തവണ ചോദ്യം ചെയ്തതിന് പിന്നാലെയാണ് CMRL ഉദ്യോഗസ്ഥരെ വീണ്ടും ചോദ്യം ചെയ്യുന്നത്. CMRL എക്സാലോജിക് സാമ്പത്തിക ഇടപാടിൽ വ്യക്തത തേടുന്നതിന്റെ ഭാഗമായാണ് EDയുടെ ചോദ്യം ചെയ്യൽ. അയോധ്യ ക്ഷേത്രത്തിലെ സംഭാവനാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട ഹർജി അടിയന്തരമായി പരിഗണിക്കണമെന്ന ആവശ്യം തള്ളി സുപ്രീം കോടതി. വിഷയത്തിൽ എന്താണ് അടിയന്തര പ്രാധാന്യമെന്നും കോടതി ഹർജിക്കാരായ അഭിഭാഷകരോട് ചോദിച്ചു. ക്ഷേത്രത്തിലെ ക്രമക്കേട് കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു 2 അഭിഭാഷകർ സുപ്രീം കോടതിയെ സമീപിച്ചത്. കേസ് വേനൽ അവധിക്ക് ശേഷം ജൂലൈ 2ാം വാരത്തിൽ കോടതി വീണ്ടും പരിഗണിക്കും. അതേസമയം പ്രത്യേക അന്വേഷണ സംഘം രാജിവെച്ച ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി ചമ്പത് റായിയുടെ മൊഴിയെടുത്തു. ചമ്പത് റായിയുടെ മുൻ ഡ്രൈവർ ഉൾപ്പെടെ 8 പേരെ ഇതുവരെ കേസിൽ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അയോധ്യ ക്ഷേത്രത്തിലെ സംഭാവന ക്രമക്കേട് വിശദമായി പരിശോധിക്കാൻ RSS സത്സംഗചാലക് ഡോക്ടർ മോഹൻ ഭാഗവത്തിന്റെ നിർദ്ദേശപ്രകാരം കിഴക്കൻ ഉത്തർപ്രദേശിന്റെ ചുമതലയുള്ള പ്രചാരക് അനിൽകുമാർ അയോധ്യയിലെത്തി. രാജിവെച്ച ജനറൽ സെക്രട്ടറി ചമ്പത് റായി പ്രധാനമന്ത്രിയെ നേരിൽ കണ്ട് കാര്യങ്ങൾ ധരിപ്പിച്ചേക്കും. അയോധ്യ രാമക്ഷേത്രത്തിൽ നടന്ന സംഭാവനാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ RSS വിശദമായി പരിശോധിച്ചു. ഇതിനായി സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭഗവത്തിന്റെ നിർദ്ദേശപ്രകാരം കിഴക്കൻ ഉത്തർപ്രദേശിന്റെ ചുമതലയുള്ള പ്രചാരക് അനിൽകുമാർ അയോധ്യയിലെത്തി. ട്രസ്റ്റ് അംഗങ്ങളുമായും രാമക്ഷേത്രത്തിലെ പൂജാകർമ്മങ്ങൾ നിർവഹിക്കുന്ന സന്യാസിമാരുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. അതേസമയം വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ രാമക്ഷേത്ര ട്രസ്റ്റിൽ സമ്പൂർണ്ണ അഴിച്ചുപണി നടത്താനുള്ള ചർച്ച പുരോഗമിക്കുകയാണ്. ജൂലൈ 11 നടക്കുന്ന ട്രസ്റ്റ് യോഗത്തിന് ശേഷം പുതിയ ജനറൽ സെക്രട്ടറിയെ ഉടൻ പ്രഖ്യാപിച്ചേക്കും. CEO സ്ഥാനത്ത് നിന്ന് വിരമിച്ച IAS ഉദ്യോഗസ്ഥരെ നിയമിക്കാനാണ് ആലോചന. രാജിവെച്ച ജനറൽ സെക്രട്ടറി ചമ്പത് റായ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ നേരിൽ കണ്ട് കാര്യങ്ങൾ ധരിപ്പിച്ചേക്കും. പ്രതികൾക്ക് കടുത്ത ശിക്ഷ ഉറപ്പാക്കണമെന്നും വിഷയത്തിൽ വ്യാജ പ്രചരണങ്ങൾ നടത്തി ക്ഷേത്രത്തെ അപമാനിക്കാനുള്ള ശ്രമം അംഗീകരിക്കാനാകില്ല എന്നും വിശ്വഹിന്ദു പരിഷത്ത് വ്യക്തമാക്കിയിരുന്നു. കേസിലെ പ്രതികളുടെ വീട്ടിൽ കഴിഞ്ഞ ദിവസം പ്രത്യേക അന്വേഷണ സംഘം വിശദമായ പരിശോധന നടത്തി. SIT റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കുറ്റക്കാർക്കെതിരെ കർശന നടപടിയുണ്ടാകുമെന്ന് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് പ്രതികരിച്ചിരുന്നു. അമൃത ന്യൂസ്, ന്യൂഡൽഹി. സംസ്ഥാനത്തെ സ്വകാര്യ ബസ് ഉടമകൾ ജൂലൈ 20 മുതൽ സെക്രട്ടേറിയറ്റ് പടിക്കൽ സമരത്തിലേക്ക്. KSRTCയിലെ സൗജന്യ യാത്രയെ തുടർന്ന് സർവീസുകൾ വൻ നഷ്ടത്തിലായ സാഹചര്യത്തിലാണ് സ്വകാര്യ ബസ് ഓണേഴ്സ് അസോസിയേഷൻ സമരത്തിലേക്ക് കടക്കുന്നത്. കാസർഗോഡ്, കോട്ടയം ജില്ലകളിലെ സ്വകാര്യ ബസ് ഉടമകൾ ആദ്യഘട്ടത്തിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തുന്ന ഉപവാസ സമരത്തിൽ അണിനിരക്കും. ഞങ്ങൾ ജൂലൈ 20 മുതൽ 26 വരെ സെക്രട്ടേറിയറ്റ് പടിക്കൽ കേരളത്തിലെ എല്ലാ ജില്ലകളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് 2 ജില്ലകൾ ഒന്നിച്ചിരുന്നു കൊണ്ട് ലൈവായി ഞങ്ങൾ സത്യാഗ്രഹത്തിലേക്കാണ് പോകുന്നത്. സമരം ആരംഭിക്കുന്നതോടെ സംസ്ഥാനത്ത് നഷ്ടത്തിലായ സ്വകാര്യ ബസ്സുകളുടെ സർവീസുകൾ പൂർണ്ണമായും നിശ്ചലമാവും. കാസർഗോഡ് നിന്ന് അനൂപ് നീലേശ്വരൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ജൂലൈ 20 മുതൽ 26 വരെയാണ് സംസ്ഥാനത്തെ സ്വകാര്യ ബസ് ഉടമകൾ സെക്രട്ടേറിയറ്റ് പടിക്കൽ സമരത്തിന് തയ്യാറാകുന്നത്. ഒരുപക്ഷെ VD സതീശൻ സർക്കാർ അധികാരമേറ്റ ശേഷം സെക്രട്ടേറിയറ്റ് പടിക്കൽ ഒരു സംഘടന ദിവസങ്ങളോളം നടത്താനിരിക്കുന്ന ഒരു സമരത്തിനാണ് സ്വകാര്യ ബസ് ഉടമകൾ തുടക്കം കുറിക്കുന്നത്. സംസ്ഥാനത്തെ സ്വകാര്യ ബസ്സുകളുടെ സർവീസുകളെല്ലാം വലിയ നഷ്ടത്തിലായ സാഹചര്യത്തിൽ മുഖ്യമന്ത്രി, ഗതാഗത മന്ത്രി ഉൾപ്പെടെയുള്ളവരെ കണ്ട് സ്വകാര്യ ബസ് ഉടമസ്ഥ സംഘം നിവേദനങ്ങൾ നൽകിയിരുന്നു. എന്നാൽ ദിവസങ്ങൾ കഴിഞ്ഞിട്ടും നഷ്ടത്തിലോടുന്നതല്ലാതെ മുഖ്യമന്ത്രിയോ ഇതുമായി ബന്ധപ്പെട്ട മറ്റ് അധികൃതരോ ഈ ബസ് ഉടമസ്ഥരെ, സ്വകാര്യ ബസ് ഉടമകളെ ചർച്ചയ്ക്ക് വിളിക്കാത്ത സാഹചര്യത്തിലാണ് സെക്രട്ടേറിയറ്റ് പടിക്കൽ ജൂലൈ 20 മുതൽ
നിരാഹാര സമരം ആരംഭിക്കുന്നതിന് ബസ് ഉടമസ്ഥ സംഘം തീരുമാനിച്ചിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ കാസർഗോഡ് അതുപോലെ കോട്ടയം ജില്ലകളിലെ 100 കണക്കിന് ബസ് ഉടമകൾ സമരത്തിനായി തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് പടിക്കലിലെത്തും. അതോടൊപ്പം ജീവനക്കാർ, അവരുടെ കുടുംബാംഗങ്ങൾ എന്നിവരും സെക്രട്ടേറിയറ്റിലെ സമരത്തിന് എത്തിച്ചേരുമെന്ന ഒരു അറിയിപ്പാണ് നമുക്ക് സ്വകാര്യ ബസ് ഉടമസ്ഥ സംഘത്തിൽ നിന്നും ലഭിക്കുന്നത്. G-ഫോം നൽകിക്കൊണ്ട് സർവീസുകൾ നിർത്തിവെക്കുന്ന നടപടികൾ കഴിഞ്ഞ ദിവസങ്ങൾക്ക് മുൻപ് തന്നെ സ്വകാര്യ ബസ് ഉടമകൾ ആരംഭിച്ചിരുന്നു. അതിനൊപ്പമാണ് സെക്രട്ടേറിയറ്റ് പടിക്കലിലേക്ക് സമരം ആരംഭിക്കുന്നതിനായി സ്വകാര്യ ബസ് ഉടമകൾ തീരുമാനിച്ചിരിക്കുന്നത്. കണ്ണൂർ കീഴാറ്റൂർ വയൽക്കിളി സമരത്തിൽ മുഴുവൻ പ്രതികളെയും വെറുതെ വിട്ടു. തളിപ്പറമ്പ് 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടേതാണ് വിധി. സുരേഷ് കീഴാറ്റൂർ ഉൾപ്പെടെ 28 പേരെയാണ് വെറുതെ വിട്ടത്. 2018 മാർച്ച് 14-നായിരുന്നു ദേശീയപാതയ്ക്ക് ഭൂമി ഏറ്റെടുക്കാൻ എത്തിയ ഉദ്യോഗസ്ഥരെ തടഞ്ഞ് പ്രതിഷേധിച്ചത്. കൂടുതൽ വിവരങ്ങളുമായി ജോസഫ് അഗസ്റ്റിൻ ചേരുകയാണ്. ജോസഫ്, ഈ വയൽക്കിളി സമരത്തിലെ മുഴുവൻ പ്രതികളെയും വെറുതെ വിട്ടുകൊണ്ട് എന്താണ് തളിപ്പറമ്പ് 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി പറഞ്ഞത്? മായ 2018 മാർച്ച് 14-നായിരുന്നു ഈ കേസിന് ആസ്പദമായ സംഭവം ഉണ്ടായത്. അതായത് കീഴാറ്റൂരിലെ വയൽ നികത്തി ഇത്തരത്തിൽ ദേശീയപാത അളന്ന് തിട്ടപ്പെടുത്താനായി എത്തിയപ്പോഴാണ് ഇത്തരത്തിൽ ഉദ്യോഗസ്ഥരെ പ്രദേശവാസികൾ ഉൾപ്പെടെയുള്ള സംഘം തടഞ്ഞത്. ഈ ഉദ്യോഗസ്ഥരെ തടയുക മാത്രമല്ല പെട്രോൾ ഒഴിച്ച് ആത്മഹത്യാ ഭീഷണി മുഴക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഇവർ സൃഷ്ടിക്കുകയും ചെയ്തു. ഇതേ തുടർന്നുണ്ടായിരുന്ന വലിയ രീതിയിൽ ആശങ്ക സൃഷ്ടിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഇതേ തുടർന്ന് ഉടലെടുത്തിരുന്നു. പിന്നീടാണ് ഇത്തരത്തിൽ പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ എത്തി 48 പേരെ ഇത്തരത്തിൽ അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുള്ളത്. എന്തായാലും ഇതിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ അന്ന് ഉയർന്നതാണ്. അതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ 48 പേരെ അറസ്റ്റ് ചെയ്ത് തുടർ നടപടിയിലേക്ക് പോലീസ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ കടന്നത്. ഇതുമായി ബന്ധപ്പെട്ട നിർണായക നടപടിയാണ് ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്, കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. ഈ കേസിലെ മുഴുവൻ പ്രതികളെയും ഇപ്പോൾ വെറുതെ വിട്ടിരിക്കുകയാണ്. തളിപ്പറമ്പ് കോടതിയുടേതാണ് ഈ സുപ്രധാന തീരുമാനം. എന്തായാലും ഈ കേസിൽ ഈ സമരക്കാർക്ക് അനുകൂലമായ ഒരു തീരുമാനം കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കീഴാറ്റൂരിൽ ഇപ്പോൾ ദേശീയപാത നിർമ്മാണം ഇപ്പോൾ ഏകദേശം പൂർത്തിയായിക്കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിലേക്കും കൂടെ കാര്യങ്ങൾ കടന്നിരിക്കുകയാണ്. മായ. ശരി, ജോസഫ് അഗസ്റ്റിനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. തിരുവനന്തപുരത്ത് BJPയുടെ പഠന ശിബിരം നടത്താൻ KPCCയുടെ കീഴിലുള്ള സ്ഥാപനം വിട്ടുനൽകി വെട്ടിലായി കോൺഗ്രസ് നേതൃത്വം. വിട്ടുനൽകിയത് നെയ്യാർ ഡാമിലെ രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡെവലപ്മെന്റ് സ്റ്റഡീസ്. സംഭവം വിവാദമായതിന് പിന്നാലെ KPCC നേതൃത്വം വിശദീകരണം തേടിയിട്ടുണ്ട്. അതേസമയം കോൺഗ്രസും BJPയും തമ്മിൽ പഠനത്തിലും ഡീലുണ്ടെന്ന് ആക്ഷേപവുമായി CPM രംഗത്തെത്തി. കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന നെയ്യാർ ഡാമിലെ രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡെവലപ്മെന്റ് സ്റ്റഡീസിൽ BJPയുടെ പഠന ശിബിരം സംഘടിപ്പിച്ചതാണ് വലിയ വിവാദത്തിന് തിരികൊളുത്തിയത്. കോൺഗ്രസിന്റെ പരിപാടികൾ മാത്രം നടത്താറുള്ള രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡെവലപ്മെന്റ് സ്റ്റഡീസാണ് BJP കാട്ടാക്കട മണ്ഡലത്തിന്റെ ദീനദയാൽ ഉപാധ്യായ പഠന ശിബിരം നടത്താനായി വാടകയ്ക്ക് നൽകിയത്. BJP സംസ്ഥാന ഉപാധ്യക്ഷനും മുൻ DGPയുമായ R ശ്രീലേഖയാണ് 27, 28 തീയതികളിലായി നടന്ന പരിപാടി ഉദ്ഘാടനം ചെയ്തത്. KPCC അധ്യക്ഷൻ ചെയർമാനായ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്വകാര്യ ചടങ്ങുകൾക്ക് വാടകയ്ക്ക് നൽകാറുണ്ടെങ്കിലും മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ പരിപാടികൾക്ക് വിട്ടു നൽകുന്ന പതിവില്ല. വിവാദമായതിന് പിന്നാലെ സംഭവത്തിൽ സ്ഥാപനത്തിന്റെ ചുമതലക്കാരനോട് KPCC വിശദീകരണം തേടിയിട്ടുണ്ട്. ഇപ്പോഴത്തെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല KPCC പ്രസിഡന്റായിരുന്നപ്പോഴാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിച്ചത്. അതേസമയം കോൺഗ്രസും BJPയും തമ്മിൽ പഠനത്തിലും ഡീലുണ്ടെന്ന് ആക്ഷേപവും ഇതിനോടകം ഉയർന്നു കഴിഞ്ഞു. മൃത ന്യൂസ്, തിരുവനന്തപുരം. തിരുവനന്തപുരം നഗരസഭയിൽ ഉടൻ അവിശ്വാസ പ്രമേയത്തിന് ഇല്ലെന്ന് UDF. LDF പിന്തുണ നൽകാത്ത സാഹചര്യത്തിലാണ് തീരുമാനം. അതേസമയം നഗരസഭയിലെ ഭരണസ്തംഭനം ചൂണ്ടിക്കാട്ടി UDF പ്രതിഷേധം സംഘടിപ്പിച്ചു. വിവാദങ്ങൾക്കിടെ 2:30 നഗരസഭാ കൗൺസിൽ യോഗം ചേരും. നഗരസഭയിൽ ഭരണപ്രതിസന്ധി ചൂണ്ടിക്കാട്ടി അവിശ്വാസ പ്രമേയം കൊണ്ടുവരാൻ തീരുമാനമെടുത്തെങ്കിലും ഇന്ന് പ്രമേയം കൊണ്ടുവരേണ്ട എന്ന തീരുമാനത്തിലാണ് UDF. അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കണമെങ്കിൽ 3/1 ഭൂരിപക്ഷം വേണം. LDF പിന്തുണ നൽകിയാൽ മാത്രമേ ഭൂരിപക്ഷത്തിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. LDF പിന്തുണ നൽകുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും അത് ലഭിച്ചില്ല. LDF BJP കൂട്ടുകെട്ടാണ് അതിന് കാരണമെന്നാണ് UDFന്റെ ആരോപണം. ഈ മാലിന്യ നിർമ്മാർജ്ജനത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് എന്താണ്? 6 മാസമായി തങ്ങളുടെ കാഴ്ചപ്പാട് എന്താണെന്ന് പോലും പറയാൻ കഴിയാതെ പണ്ട് രാജേന്ദ്രൻ മേയറായിരുന്നപ്പോൾ ചെയ്തിരുന്ന അതേ കാര്യങ്ങൾ ഇന്നാട്ടിനെ ചുറ്റുവട്ടത്തുള്ള പന്നി ഫാമുകളിലേക്ക് വേസ്റ്റ് വിടുന്ന അതേ പ്രവർത്തനമാണ് ഇപ്പോഴും BJPയുടെ നഗരസഭ ഭരണസമിതി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതേസമയം കോർപ്പറേഷനിലെ പ്രതിസന്ധി ചൂണ്ടിക്കാട്ടി UDF നഗരസഭയിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. DCC അധ്യക്ഷനും MLAയുമായ N ശക്തൻ ഉദ്ഘാടനം ചെയ്തു. നഗരസഭയ്ക്കുള്ളിലേക്ക് കയറാൻ ശ്രമിച്ച പ്രവർത്തകരെ പോലീസ് തടഞ്ഞു.
വിവാദങ്ങൾക്കിടെ ഉച്ചയ്ക്ക് 2:30 കൗൺസിൽ യോഗം ചേരും. 400-ലധികം അജണ്ടകളാണ് കൗൺസിലിലുള്ളത്. യോഗത്തിൽ പ്രതിപക്ഷം പ്രതിഷേധിക്കും. അജണ്ടകൾ പൂർത്തിയാക്കാതെ യോഗം സംഘർഷത്തിൽ കലാശിക്കാനാണ് സാധ്യത. അമൃത ന്യൂസ്, തിരുവനന്തപുരം. പെരുമ്പാവൂരിൽ 18 കോടിയുടെ ഹൈബ്രിഡ് കഞ്ചാവ് പിടികൂടിയ സംഭവത്തിൽ മുഖ്യപ്രതിയുടെ വെളിപ്പെടുത്തൽ പുറത്ത്. കഞ്ചാവ് എത്തിക്കാൻ യുവാക്കളെ ഉപയോഗിച്ചിരുന്നതായി മുഖ്യ സൂത്രധാരൻ പോലീസിനോട് വെളിപ്പെടുത്തി. കഞ്ചാവ് കടത്താൻ നിരവധി യുവാക്കളെ ഉപയോഗിച്ചതായി മുഖ്യപ്രതി അബു താഹിർ പോലീസിനോട് പറഞ്ഞു. തായ്ലൻഡിലേക്ക് വിസിറ്റിംഗ് വിസയും 50,000 രൂപയും വാഗ്ദാനം നൽകിയാണ് മയക്കുമരുന്ന് സംഘം യുവാക്കളെ ആകർഷിച്ചിരുന്നത്. മയക്കുമരുന്ന് സംഘത്തിലെ പ്രധാനികളെ ചോദ്യം ചെയ്തതോടെ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. നിരവധി യുവാക്കളെയാണ് സംഘം വിദേശത്തു നിന്നും ഹൈബ്രിഡ് കഞ്ചാവ് കടത്താൻ കാരിയർമാരായി ഉപയോഗിച്ചിരുന്നത്. യുവാക്കൾക്ക് മോഹന വാഗ്ദാനങ്ങൾ നൽകിയാണ് ഇവർ കഞ്ചാവ് കടത്തിലേക്ക് ആകർഷിക്കുന്നത്. കാരിയർമാരാകുന്നവർക്ക് തായ്ലൻഡിലേക്ക് സൗജന്യമായി വിസിറ്റിംഗ് വിസയും 50,000 രൂപയും നൽകും. അവിടെ നിന്നും തിരിച്ചെത്തുമ്പോൾ ഹൈബ്രിഡ് കഞ്ചാവ് കൊണ്ടുവന്ന് ഏജന്റുമാരെ ഏൽപ്പിക്കണം. ഒരാൾ 10 കിലോ ഹൈബ്രിഡ് കഞ്ചാവാണ് കൊണ്ടുവരേണ്ടിയിരുന്നത്. ഇങ്ങനെ പലപ്പോഴായി അനേകം കിലോ ഹൈബ്രിഡ് കഞ്ചാവ് ഇന്ത്യയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. കൊണ്ടുവരുന്ന കഞ്ചാവ് കേരളത്തിലും തമിഴ്നാട്ടിലുമായാണ് വിൽപ്പന നടത്തിയിരുന്നതെന്നാണ് മുഖ്യപ്രതി പാലക്കാട് മുണ്ടൂർ സ്വദേശി അബു താഹിറിന്റെ വെളിപ്പെടുത്തൽ. കഞ്ചാവ് കടത്തിൽ വിമാനത്താവളത്തിലെ ഉദ്യോഗസ്ഥർ ഒത്താശ ചെയ്തിട്ടുണ്ടോ എന്ന് പരിശോധിക്കുമെന്ന് ആലുവ റൂറൽ SP KS സുദർശൻ പറഞ്ഞു. മയക്കുമരുന്ന് സംഘത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ ആവശ്യമെങ്കിൽ കേന്ദ്ര ഏജൻസികൾക്ക് കൈമാറും. അബു താഹിറിനെ നിയന്ത്രിക്കുന്നവരിലേക്കും അന്വേഷണം വ്യാപിപ്പിക്കുമെന്നും SP വ്യക്തമാക്കി. ഒറ്റപ്പാലം സ്വദേശി ഹരികൃഷ്ണൻ, പാലക്കാട് സ്വദേശി പ്രസ്ജിത്ത്, ശ്രീജേഷ്, സഞ്ജയ് എന്നിവരെയും കഴിഞ്ഞ ദിവസം കേസുമായി ബന്ധപ്പെട്ട് പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഞാറക്കൽ സ്വദേശി ആയുഷ്, ഇയാളുടെ ഭാര്യ അനിക എന്നിവരെ നേരത്തെ പോലീസ് കഞ്ചാവുമായി അറസ്റ്റ് ചെയ്തിരുന്നതാണ്. അമൃത ന്യൂസ്, കൊച്ചി. ഭാവിയിലെ പ്രതിഭകൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്യുന്ന അമൃത TV ഈ ക്ലാസ്സിൽ ഞാനുമുണ്ട് പദ്ധതി വയനാട് ജില്ലയിൽ നടന്നു. വർഷം തോറും അമൃത TV നടപ്പിലാക്കുന്ന പൊതുജന സമ്മതി നേടിയ പദ്ധതി കൽപ്പറ്റ SKMJ ഹയർ സെക്കൻഡറി സ്കൂളിൽ കൃഷിമന്ത്രി T സിദ്ദിഖ് ഉദ്ഘാടനം ചെയ്തു. കൽപ്പറ്റ നഗരസഭാ അധ്യക്ഷൻ P വിശ്വനാഥൻ മുഖ്യാതിഥിയായി. മാതാ അമൃതാനന്ദമയി മഠം മാനന്തവാടി മഠാധിപതി ബ്രഹ്മചാരിണി ദീക്ഷിതാമൃത ചൈതന്യ അനുഗ്രഹ പ്രഭാഷണം നടത്തി. അമൃത TV സംഘടിപ്പിച്ച ഈ ക്ലാസ്സിൽ ഞാനുമുണ്ട് കരുതലിന്റെ അമൃതസ്പർശം എന്ന പദ്ധതി ഭാവി തലമുറയെ വാർത്തെടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് നടപ്പിലാക്കുന്നത്. കൽപ്പറ്റ SKMJ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന പഠനോപകരണങ്ങളുടെ വിതരണം കൃഷിമന്ത്രി T സിദ്ദിഖ് ഉദ്ഘാടനം ചെയ്തു. അമൃത TV ഉദ്യമത്തെ അദ്ദേഹം അഭിനന്ദിച്ചു. മൂല്യാധിഷ്ഠിത പത്രപ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്ന ഒരു ചാനലാണ്. വളരെ വിപുലമായ ഒരു കർമ്മ പദ്ധതി ആവിഷ്കരിച്ചുകൊണ്ടാണ് അമൃത TV അതിന്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നത്. മൂല്യാധിഷ്ഠിതമായിട്ടുള്ള വിദ്യാഭ്യാസവും സ്വഭാവ രൂപവൽക്കരണവും നല്ല പൗരനായി വളർന്നു വലുതാകാനുള്ളതായ വഴി സൃഷ്ടിക്കലും ഇന്നത്തെ കാലഘട്ടത്തിലെ അനിവാര്യമായിട്ടുള്ള ഒരു മുഹൂർത്തത്തെ സാക്ഷ്യപ്പെടുത്തുകയാണ് ഇവിടെ അമൃത TV ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഉജ്ജ്വലമായിട്ടുള്ള പരിപാടി. വിദ്യാർത്ഥികൾക്ക് ഫലവൃക്ഷ തൈകളും വിതരണം ചെയ്തു. ലിയോ മെട്രോ ഇന്റർനാഷണൽ ഹാർട്ട് കെയറും കേരളത്തിലെ പ്രമുഖ പെയിന്റ് നിർമ്മാണ ബ്രാൻഡായ സഫയർ 7 പെയിന്റ്സും ഈ ക്ലാസ്സിൽ ഞാനുമുണ്ട് പദ്ധതി നടപ്പിലാക്കാൻ അമൃത TVയുമായി സഹകരിച്ചു. ലിയോ ഹോസ്പിറ്റൽ മാനേജിംഗ് ഡയറക്ടറും ലിയോ മെട്രോ കാർഡിയാക് സെന്റർ ചെയർമാനുമായ ഡോക്ടർ TPV സുരേന്ദ്രനെ മന്ത്രി ചടങ്ങിൽ ആദരിച്ചു. ഇതിന്റെ മുദ്രാവാക്യം തന്നെ ക്ലാസ്സിൽ ഞാനുമുണ്ട് എന്നാണ്. അപ്പോൾ അതിൻ്റെ അതെന്ന് വെച്ചാൽ ഡ്രോപ്പ് ഔട്ട് വരാൻ പാടില്ല. പക്ഷേ അവരെ ചേർത്ത് പിടിക്കേണ്ടത് നമ്മളെ കടമയാണ്. സഫയർ 7 പെയിന്റ്സ് പ്രതിനിധികളായി എത്തിയ ഡോക്ടർ സുജേഷ്, ഡോക്ടർ സുരഭി R നായർ എന്നിവരെയും ചടങ്ങിൽ മന്ത്രി ആദരിച്ചു. പ്രതിഫലമില്ലാതെ 22 വർഷത്തിലധികമായി കൽപ്പറ്റയിലെ അമൃതകൃപ ചാരിറ്റബിൾ ഹോസ്പിറ്റലിൽ ആതുര ശുശ്രൂഷ നടത്തുന്ന ഡോക്ടർ ദമ്പതികളായ സഞ്ജീവൻ വാസുദേവൻ, അജിത എന്നിവരെയും മന്ത്രി ആദരിച്ചു. കൽപ്പറ്റ നഗരസഭാ അധ്യക്ഷൻ P വിശ്വനാഥൻ മുഖ്യാതിഥിയായിരുന്നു. അമൃത TVയുടെ പദ്ധതിക്ക് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ച നഗരസഭാ അധ്യക്ഷൻ വിദ്യാർത്ഥികൾക്കായി ഗാനവും ആലപിച്ചു. മാതാ അമൃതാനന്ദമയി മഠം മാനന്തവാടി മഠാധിപതി ബ്രഹ്മചാരിണി ദീക്ഷിതാമൃത ചൈതന്യ അനുഗ്രഹ പ്രഭാഷണം നടത്തി. അമൃത TV ബിസിനസ് ഹെഡ് R ശിവകുമാർ മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യം വിദ്യാർത്ഥികളുമായി പങ്കുവച്ചു. നമുക്ക് ഭക്ഷണം നൽകുന്നത് ഭൂമിയാണ്, അല്ലെ? ഈ പ്രകൃതി നമ്മളെ സംരക്ഷിക്കുന്നത് ഭൂമിയാണ്. ആ ഭൂമിയെ തൊട്ട് മടങ്ങി നേരെ നമ്മൾ ഓടേണ്ടത് എങ്ങോട്ടാന്ന് വെച്ചാൽ നമ്മുടെ രക്ഷിതാക്കളുടെ അടുത്തേക്കാണ്.
ആർ ശിവകുമാർ മന്ത്രിക്ക് അമൃത ടിവിയുടെ സ്നേഹാദരം സമർപ്പിച്ചു. കൽപ്പറ്റ നഗരസഭാ കൌൺസിലർ MP നവാസ് ആശംസയർപ്പിച്ചു. അമൃത ടിവി സീനിയർ എക്സിക്യൂട്ടീവ് എഡിറ്റർ M കൃഷ്ണകുമാർ സ്വാഗതവും അമൃത ടിവി ന്യൂസ് എഡിറ്റർ പ്രവീൺ പട്ടാമ്പി നന്ദിയും പറഞ്ഞു. അമൃത ടിവി സെയിൽസ് ഹെഡും AVPയുമായ MG ജയകൃഷ്ണൻ, റീജിയണൽ സെയിൽസ് ഹെഡ് KV രജീഷ് തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. വയനാട് ജില്ലയിൽ മാത്രം 120ഓളം പ്രതിഭകൾക്കാണ് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തത്. ജില്ലാ പോലീസ് മേധാവി, ജില്ലാ കളക്ടർ തുടങ്ങി സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ നിന്നുള്ളവരുമായി സഹകരിച്ചാണ് പദ്ധതി നടപ്പിലാക്കിയത്. പരിപാടിയോടനുബന്ധിച്ച് നടന്ന സൂപ്പർ സ്റ്റാർ ജൂനിയർ താരം മെൽബിന്റെ സംഗീത വിരുന്നും കുട്ടികൾക്ക് വേറിട്ട അനുഭവമായി. അമൃത ന്യൂസ്, വയനാട്. പശ്ചിമേഷ്യൻ സംഘർഷം അവസാനിപ്പിക്കുന്നതായി റിപ്പോർട്ടുകൾ. ഖത്തറിൽ നടന്ന ചർച്ചയിൽ പ്രാഥമിക സമാധാന കരാറിൽ അമേരിക്കയും ഇറാനും തമ്മിൽ ധാരണയിലെത്തിയതായാണ് വിവരങ്ങൾ പുറത്തുവരുന്നത്. നാളെ ദോഹയിൽ സമാധാന ചർച്ചകൾ പുനരാരംഭിക്കും. അതേസമയം 2 ദിവസമായി നടന്ന സംഘർഷത്തിൽ 8 അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾ തകർത്തുവെന്നാണ് ഇറാന്റെ അവകാശവാദം. നിലവിലുള്ള വെടിനിർത്തൽ 60 ദിവസത്തേക്ക് കൂടി നീട്ടുന്നതിനും ഇറാന്റെ ആണവ പദ്ധതിയെക്കുറിച്ചുള്ള ചർച്ചകൾ പുനരാരംഭിക്കുന്നതിനുമുള്ള കരാറിലാണ് അമേരിക്കയും ഇറാനും ധാരണയായത്. നാളെ ദോഹയിൽ സമാധാന ചർച്ചകൾ പുനരാരംഭിക്കും. വിഷയത്തിൽ തീരുമാനമെടുക്കാൻ തനിക്ക് കൂടുതൽ സമയം വേണമെന്ന് ട്രംപ് മധ്യസ്ഥരെ അറിയിച്ചതായും സൂചനയുണ്ട്. ഹോർമൂസിലെ ഉപരോധങ്ങൾ നീക്കണമെന്ന ഇറാന്റെ നിർദ്ദേശത്തിൽ ചർച്ചകളൊന്നും നടക്കുന്നില്ലെന്ന് ട്രംപ് അഭിപ്രായപ്പെട്ടിരുന്നു. അതേസമയം ഹോർമൂസ് കടലിടുക്കിലെ മൈനുകൾ 30 ദിവസത്തിനുള്ളിൽ നീക്കം ചെയ്യാമെന്നും കപ്പലുകൾ തടയില്ലെന്നും ഇറാൻ സമ്മതിച്ചതായാണ് റിപ്പോർട്ട്. വെടിനിർത്തലിന് പിന്നാലെ കഴിഞ്ഞ 2 ദിവസമായി തുടരുന്ന കനത്ത സൈനിക സംഘർഷങ്ങൾക്കൊടുവിലാണ് പുതിയ നയതന്ത്ര നീക്കം. തന്ത്രപ്രധാനമായ ഹോർമൂസ് കടലിടുക്കിലെ കപ്പലാക്രമണങ്ങൾക്ക് തിരിച്ചടിയായി ഇറാന്റെ 10 കേന്ദ്രങ്ങളിൽ അമേരിക്ക മിസൈൽ വർഷിച്ചിരുന്നു. ഇതിന് മറുപടിയായി അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ ഇറാൻ ഡ്രോൺ ആക്രമണവും നടത്തി. 2 ദിവസമായി നടന്ന സംഘർഷത്തിൽ 8 അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾക്ക് തകരാർ സംഭവിച്ചതായാണ് ഇറാൻ അവകാശപ്പെടുന്നത്. 60 ദിവസത്തെ വെടിനിർത്തൽ കാലയളവിൽ ഇറാന്റെ കൈവശമുള്ള സമ്പുഷ്ടീകരിച്ച യുറേനിയം എങ്ങനെ നിർമ്മാർജ്ജനം ചെയ്യണമെന്നും യുറേനിയം സമ്പുഷ്ടീകരണവുമായി ബന്ധപ്പെട്ട ഭാവി പരിപാടികൾ എന്തൊക്കെയായിരിക്കണമെന്നും ഇരുപക്ഷവും ചർച്ച ചെയ്ത് തീരുമാനിക്കുമെന്നാണ് പുറത്തുവരുന്ന വിവരം. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്. ലോകകപ്പ് പ്രീ ക്വാർട്ടറിലേക്ക് യോഗ്യത നേടി ആതിഥേയരായ കാനഡ നോക്കൌട്ട് റൗണ്ടിലെ ആദ്യ പോരാട്ടത്തിൽ ഏകപക്ഷീയമായ 1 ഗോളിനാണ് ദക്ഷിണാഫ്രിക്കയെ പരാജയപ്പെടുത്തിയത്. ഇതാദ്യമായാണ് കാനഡ ലോകകപ്പിന്റെ പ്രീ ക്വാർട്ടറിൽ എത്തുന്നത്. ഇഞ്ചുറി ടൈമിൽ സ്റ്റീഫൻ എസ്റ്റോക്കിയോ നേടിയ ഏക ഗോളിലാണ് കാനഡയുടെ വിജയം. ലോകകപ്പ് ഫുട്ബോളിൽ നോക്കൌട്ട് മത്സരങ്ങളിൽ ഇന്ന് ബ്രസീൽ ജപ്പാനെ നേരിടും. രാത്രി 10:30 മത്സരം. ബ്രസീൽ മികച്ച ഫോമിലാണെങ്കിലും കഴിഞ്ഞ 2 ലോകകപ്പുകളിലും നോക്കൌട്ടിൽ കടുത്ത പോരാട്ടം കാഴ്ചവെച്ച ജപ്പാൻ ബ്രസീലിന് വെല്ലുവിളി അയക്കും. ബോസ്റ്റൺ സ്റ്റേഡിയത്തിൽ നടക്കുന്ന റൗണ്ട് ഓഫ് 32 മത്സരത്തിൽ ജർമ്മനി ഇന്ന് പരാഗ്വയെ നേരിടും. രാത്രി 2 മണിക്കാണ് മത്സരം. 2014 ഫൈനലിന് ശേഷം ജർമ്മനി കളിക്കുന്ന ആദ്യ നോക്കൌട്ട് മത്സരമാണ് ഇത്. 12 വർഷങ്ങൾക്ക് ശേഷമുള്ള തങ്ങളുടെ ആദ്യ ലോകകപ്പ് നോക്കൌട്ട് മത്സരത്തിനിറങ്ങുമ്പോൾ ജർമ്മനിക്ക് കടുത്ത എതിരാളികളാണ് പരാഗ്വെ. ആദ്യ മത്സരത്തിൽ കുരസോവയെ 7-1 തകർത്തുകൊണ്ട് തുടങ്ങിയ ജർമ്മനി ഐവറി കോസ്റ്റിനെതിരെ കഷ്ടിച്ചാണ് ജയിച്ചത്. ഇക്വഡോറുമായുള്ള പോരാട്ടത്തിൽ പരാജയപ്പെടുകയും ചെയ്തിരുന്നു. ഉച്ചവാർത്ത പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകൾ കാണാം ഞങ്ങളുടെ YouTube ചാനൽ സന്ദർശിക്കുക. നമസ്കാരം.